ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് റസ്ലിയർ. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് നമ്മളെ ഒരു സുഹൃത്തിൻ്റെ വണ്ടി ആയിട്ടാണ്. സോ ഇത് ഇറങ്ങിയിട്ട് അത്യാവശ്യം കുറച്ചായിട്ടുണ്ട്. റിവ്യൂ എടുക്കാൻ കുറച്ചൊന്ന് ലേറ്റായി. അത് എൻ്റെ മിസ്റ്റേക്കാണ്. ഞാൻ മനസ്സിലാക്കേണ്ട ഒരു സംഭവമാണ്. സോ ഓവർ ഞാൻ വലിച്ച് നീട്ടണില്ല. വളി വർത്താനായിട്ട് വെറുതെ എന്തിനാ നിങ്ങളെയും കൂടി ബോറടിപ്പിക്കണം. സോ നമുക്ക് മാറ്ററിലോട്ട് വരാം. ഇന്നലെ വിസ്കാലിവയുടെ റൂം ക്രിയേറ്റ് ചെയ്തപ്പോൾ അതിന്ന് കിട്ടിയതാണ് ഗസ്റ്റാവോ എനിക്ക്. ഇതിനു മുന്നേ വലിയൊരു പരിചയമൊന്നും ഇല്ലെങ്കിലും ആള് നൈസാണ്. എനിക്ക് വലിയൊരു വിജ്ഞാനം ആളെപ്പറ്റിയില്ലായിരുന്നു. കാരണം ഞാൻ കൂടുതൽ ആൾക്കാരെയും ഇപ്പം അടുത്ത് മുതലാണ് ഞാൻ ഓരോരുത്തരെ പരിചയപ്പെടുന്നതും. എൻ്റെ പുതിയ സുഹൃത്തുക്കൾ എന്ന് പറയുമ്പോൾ ഗെയിമിൽ ഇപ്പം ഈ അടുത്ത് പരിചയപ്പെട്ട കുറച്ച് ആൾക്കാരൊക്കെ ആയിട്ടാണ്. പഴയ ആൾക്കാരൊക്കെ നിലവിലുണ്ട്, പക്ഷെ കോണ്ടാക്ട് കുറച്ച് കുറവാണ്. അത് പുതിയവരെ കിട്ടിയപ്പോൾ പഴയവരെ ഒഴിവാക്കി അങ്ങനത്തെ മൈൻഡ് അല്ല. എല്ലാവരും ബിസിയാണ്, വർക്ക് കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാവരും ഓരോരോ കാര്യങ്ങളിൽ എൻഗേജ്ഡ് ആണ്. സോ നമ്മള് അവരെ ഇടങ്ങാറാക്കണില്ല. ഓരോ ആവശ്യം ഉണ്ടാകുമ്പോൾ നമ്മളെ വിളിക്കുന്നുണ്ട്, നമ്മളെ ആവശ്യം ഉണ്ടാകുമ്പോൾ ഓൽക്കും വിളിക്കുന്നുണ്ട്. ഗെയിം കളിക്കാനുണ്ടോന്ന് ചോദിക്കുമ്പോൾ നമ്മൾ അതിനനുസരിച്ചൊക്കെ പ്രതികരിക്കുന്നുണ്ട്. അങ്ങോട്ട് മൊത്തത്തിൽ അങ്ങോട്ട് ഒഴിവാക്കി എന്നുള്ളൊരു ഇതിൽ കാണരുത് കേട്ടോ. സോ ഒഴിവാക്കിയോന്ന് വെച്ചാൽ ഒഴിവാക്കിയിട്ടില്ല. എല്ലാവരും ഞാനാണെങ്കിലും ഇപ്പോൾ എപ്പോഴും പറയും യൂട്യൂബിൽ ഇനി വീഡിയോ വരും, ഇനി വീഡിയോ വരും, ഇനി വീഡിയോ വരും. എവിടെ ഇങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം സത്യം വരൂല എന്നുള്ളത്. കാരണം എനിക്ക് ഇന്റേതായിട്ടുള്ള തിരക്കുകളുണ്ട്, അവർക്ക് അവരുടേതായിട്ടുള്ള തിരക്കുകളുണ്ട്. സോ അത് അങ്ങനെയാണ്. സോ ഇന്നലെ ലാവിസ്കയുടെ റൂമിൽ, അതായത് ഒരു 1-1:15 9 മണിക്ക് ഇട്ട റൂം വരുന്നത് 1-1:15 ആകുമ്പോഴാണ് ഗസ്റ്റാവോ റൂമിലേക്ക് വരുന്നതും ഞാൻ ഈ വണ്ടി കാണുന്നതും ഒറ്റ നോട്ടത് എനിക്ക് ഇഷ്ടപ്പെടുന്നതും. അങ്ങനെ ഞാൻ എൻ്റെ സുഹൃത്തിന്റെ പേജിൽ ഞാൻ ഈ വണ്ടി കണ്ടിട്ടുണ്ട്. പക്ഷെ നമുക്കൊരു ഇതുണ്ടാവൂലേ, എങ്ങനെ ഇപ്പൊ ഇവനോട് ചോദിക്കുക, എന്താ ഇപ്പൊ ഇവന്റെ മൈൻഡ് സെറ്റ് എന്നുള്ളത് നമുക്ക് അറിയില്ലല്ല. ഞാനെന്ന് പറയുമ്പോൾ പൊതുവെ എല്ലാവരായിട്ടും പെട്ടെന്ന് കമ്പനി ആവുക എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ഉള്ളൊരു മനുഷ്യനാണ്. പിന്നെ എനിക്ക് ആകെ പറ്റാത്തത് ഒന്നേ ഉള്ളൂ, എന്താ പറയാ, വെറുതെ ഇങ്ങനെ വളവള പറയും. മീൻസ് വലിയ വലിയ വർത്താനം പറഞ്ഞ ആൾക്കാർ എനിക്ക് തീരെ പറ്റൂല പൊതുവെ. അപ്പോ ഞമ്മക്ക് മാത്രം പറ്റുള്ളൂ എന്നുള്ളൊരു മൈൻഡ് സെറ്റ് നിങ്ങൾക്ക് വരണ്ട. നമ്മളൊന്നും അങ്ങനെ ആ ഒരു കാഴ്ചപ്പാടിൽ നമ്മളെ കൂട്ടേ വേണ്ട. കാരണം ആരും ഒന്നും തേഞ്ഞിട്ടല്ലല്ലോ ആയിരുന്നത്. സോ ആ മാറ്റർ വിടാ. അപ്പോ ഇന്നലെ അങ്ങനെ നൈറ്റ് കണ്ട് നമ്മളൊരു സുഹൃത്ത് റോഗർ, അവന്റെ പേജിൽ ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട് ഈ വണ്ടി. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ എനിക്ക് ആളെ പരിചയമില്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് ലേറ്റായി. ഇന്നലെ പരിചയപ്പെട്ട് ഇന്ന് വണ്ടി ഒറ്റ മൈൻഡിൽ ഞാൻ ചോദിച്ചതാണ്, കിട്ടി. സോ പുള്ളി അവിടെ നിൽക്കുന്നുണ്ട്, നമ്മളെ വണ്ടിയുടെ അടുത്ത് നിൽക്കുന്നുണ്ട്. ഇതിപ്പോ കയ്യെന്ന് വിചാരിച്ച് നിൽക്കുന്നുണ്ട്. കുറെ തിരക്കുകൾ കാര്യങ്ങളൊക്കെ ഉള്ളതാണ്, വിളിച്ച് നീട്ടുന്നില്ല. അപ്പോൾ നമുക്ക് ഫ്രണ്ടിൽ നിന്ന് തന്നെ തുടങ്ങാം. നമ്മളെ മെയിൻ മുഹൂർത്തം ഇവിടെ നിന്നാണ്. സോ വണ്ടിനെ പറ്റി, മോഡലിനെ പറ്റി ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. M5 F90 ആണ് മോഡൽ വരുന്നത്. സോ ഇത് എന്താ പറയുക, 530D കൺവേർട്ടഡോ കാര്യങ്ങളൊന്നുമല്ല, ഡയറക്റ്റ് F90 ആണ്. സോ അതെടുത്തിട്ടാണ് പുള്ളി പണിഞ്ഞേക്കുന്നത് കിടക്കാനുള്ള. സോ നമുക്ക് ഫ്രണ്ടിൽ നിന്ന് തന്നെ തുടങ്ങാം. ഫ്രണ്ടിൽ നിന്ന് ആ ഒരു സെയിം ഷോറൂം ബമ്പറിൽ എന്താ പറയുക, പുള്ളി ചെയ്തേക്കുന്ന കുറച്ചൊരു വർക്ക് ഉണ്ട്. അതായത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, അടിയിൽ വരുന്ന ആ ഒരു സ്പ്ലിറ്ററൊക്കെ കസ്റ്റമൈസ്ഡ് ആണ്. അത് സെപ്പറേറ്റ് വെക്കുന്നതാണ്. ആ ഒരു സംഭവം വരൂല. അതിന്റെ മേലുള്ള ആ ഒരു ബ്ലാക്ക് ഒരു ഏരിയ അതങ്ങനെയാണ് പോവുക. അവിടെ ബോഡി കളറാണ് വരിക. അത് പുള്ളി ബ്ലാക്കിലോട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. അത് എൻറ്റയർലി വണ്ടിയുടെ ലുക്ക് മൊത്തത്തിൽ മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു രണ്ട് സൈഡിലുള്ള ഒരു സ്കൂപ്പും അതൊരു എന്താ പറയാ, ഒരു കാർബൺ ടച്ച് ആണെന്ന് തോന്നുന്നു. അല്ല, കാർബൺ അല്ല, അതൊരു മാറ്റ് ബ്ലാക്ക് ആണ്. സോ എൻറ്റയർലി ആ വണ്ടിയുടെ ലുക്ക്, ഫ്രണ്ട് എന്നുള്ള ലുക്ക്, ആ ഒരു ഫ്രണ്ടിൽ നിന്ന് ആ ഒരു ഇറങ്ങി വരുന്ന ആ ഒരു സംഭവമൊക്കെ നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ അതെനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു. സത്യം പറഞ്ഞാൽ എനിക്ക് ഈ വണ്ടിയുടെ നെഗറ്റീവ് എന്ന് പറയാനൊന്നുമില്ല ഗൈസ്. കാരണം പെർഫെക്റ്റ് വർക്കാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഞാനിപ്പോൾ ഒരു എന്താ പറയുക, ഒരു കസ്റ്റം ഗരാജിന്റെ ഒരു ഓണറാണ് എന്ന നിലയ്ക്ക് ഞാൻ പറയുന്നത്, ഈ വർക്ക് എടുത്ത ആള് പുപ്പുലിയാണ്. കാരണം ഞാൻ സമ്മതിച്ചാണ്ട് തരും. കാരണം അമ്മൊരു വർക്കാണ്, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് പേഴ്സണലി. സോ എന്താ പറയുക, ഇതിന്റെ സസ്പെൻഷൻ ആണെങ്കിലും ഡീറ്റെയിൽസിലോട്ട് ഞാൻ വരാം. അതുപോലെ തന്നെ ഇനി ഫ്രണ്ടിൽ വേറെ പറയാനാണെന്നുണ്ടെങ്കിൽ, പുള്ളി BMW പുള്ളിക്ക് കിട്ടിയപ്പോൾ ഉള്ള ആ സെയിം ലോഗോ കീപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ബോഡി കളറിലേക്കോ ബ്ലാക്കിലോട്ടോ ഒന്നും കൺവേർട്ട് ചെയ്ത് വെച്ചിട്ടില്ല. ആ ഒരു ബ്ലൂയിഷ് കളറിൽ തന്നെ. ഈ വണ്ടിയിൽ ബ്ലൂ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഹെഡ്ലൈറ്റിന്റെ ആ ഒരു എന്താ പറയാ DRലും
അതുപോലെ തന്നെ ആ വിൻഷീൽഡിന്റെ ആ ഒരു ടിൻറ്റും പിന്നെ അതുപോലെ തന്നെ ഈ BMW ലോഗോ മാത്രമേ ബ്ലൂ കളർ ഉണ്ടാവുള്ളൂ. ബാക്കിയൊക്കെ എൻ്റർലി ചേഞ്ച്ഡ് ആണ്. സോ എന്താ പറയാ, അതുപോലെ തന്നെ ഈ ബോണറ്റിന്റെ സെക്ഷനിൽ വരുമ്പോൾ ബോണറ്റ് ഈ ഒരു 3 സ്കൂപ്പ് കണ്ട ഇത് കസ്റ്റമൈസ്ഡ് ആണ്. ഇത് എന്താ പറയാ, കാർബൺ ഡിപ്പിംഗ് ഒന്നുമല്ല, ഇത് ബ്ലാക്കിലോട്ട് പെയിന്റ് അടിച്ചിട്ട് ക്ലിയർ കോട്ട് അടിച്ചതാണ്, സ്റ്റിക്കറും അല്ല കേട്ടോ, പെയിന്റഡ് ആണ്. അപ്പോൾ ഇത് RCയിൽ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. സോ അതുപോലെ തന്നെ ഫ്രണ്ടിലോട്ട് പിന്നെ മെയിൻ ഗ്ലാസ്സിൽ 12 ടോൺ ടിൻ്റാണ് ചെയ്തിട്ടുള്ളത്. അത് അത്യാവശ്യം കോസ്റ്റ്ലി ആണ്. അപ്പോൾ അത് അത്യാവശ്യം ഭംഗിയുണ്ട്, രസമുള്ളൊരു സംഭവമാണ്, എനിക്കിഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ സൈഡ് പ്രൊഫൈലിലാണ്, ഇതിന്റെ 2 സൈഡിലും ആണ് മെയിൻലി ഹൈലൈറ്റ് എന്ന് പറയുമ്പോൾ. 2 സൈഡില്ല, ഒരു സൈഡ് തന്നെയാണ്, 2 സൈഡിലും ഉണ്ട് സംഭവം, പക്ഷേ ഒരു സൈഡ് പറഞ്ഞാൽ മതി, രണ്ടും ഒന്നാണ്. സോ മെയിൻലി എനിക്ക് പറയാനുള്ളതിന്റെ മെയിൻ ഒരു സ്പെക്ക് എന്ന് പറയുമ്പോൾ ഇതിന്റെ വീൽ സെഗ്മെന്റും അതുപോലെ തന്നെ സസ്പെൻഷനും ഈ റാപ്പും മാത്രമാണ് കേസ്. കാരണം സൈഡത്തെ കാര്യം കേട്ടോ, പിന്നെ ബാക്കിയൊക്കെ എൻ്റർലി നോർമലായിട്ട് കോമൺ ആയിട്ട് എല്ലാവരും ചെയ്തു തരുന്ന കേസ് ആയതുകൊണ്ടാണ്. പിന്നെ എന്താ സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ നോർമൽ എയർ സസ്പെൻഷൻ അല്ല, ഇത് എയർ പ്ലസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. എയർ പ്ലസിന്റെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോർമൽ വണ്ടികൾക്കൊക്കെ എയർ സസ്പെൻഷൻ ചെയ്യുമ്പോൾ ഫ്രണ്ട് വീല് പുറത്തേക്ക്, അതിൻ്റെ ആ ഒരു വീലിന്റെ ആ ഒരു എഡ്ജ് പുറത്തേക്ക് തള്ളിയിട്ടായിരിക്കും ഇരിക്കുക. പക്ഷെ ഇത് എൻ്റർലി ചേഞ്ച്ഡ് ആണ്. കാരണം ബാക്കിൽ എങ്ങനെയാണോ അതുപോലെ നമുക്ക് ഫ്രണ്ടും ആക്കാൻ പറ്റും. കാരണം ബാക്ക് എത്രത്തോളം താവുന്നുണ്ടോ ഫ്രണ്ട് അതുപോലെ താത്താൻ പറ്റും. കാരണം വീലിന്റെ ആ ഒരു സെഗ്മെന്റ് മൊത്തത്തിൽ ഉള്ളിലേക്ക് പോകും. അപ്പോൾ ആ ഒരു ഇഷ്യൂ വരുന്നില്ല. അതുപോലെ തന്നെ മെയിൻ ഒരു ഹൈലൈറ്റ് ആണ്, ഈ വണ്ടി ലിഫ്റ്റ് ചെയ്യുമ്പോൾ ഈ വണ്ടിക്ക് ഷോറൂമുകാർ എന്ത് ഹൈറ്റ് പ്രൊഡ്യൂസ് ചെയ്തിരുന്നോ ആ സെയിം ഹൈറ്റിലേക്ക് നമുക്കിത് കൺവേർട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഈ എയർ പ്ലസിന്റെ മെയിൻ ബെനിഫിറ്റ് അതാണ്. സോ അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. അതുപോലെ തന്നെ നമ്മൾ JSL ഇത് നമ്മൾ സിവിക്കിലാണ് എന്താ പറയുക CPM കമ്മ്യൂണിറ്റിയിൽ ഫസ്റ്റ് കൊണ്ടുവന്നത് എയർ പ്ലസ്. എയർ സസ്പെൻഷനെ എൻ്റർലി നമ്മളാണ് ഫസ്റ്റ് കൊണ്ടുവന്നിട്ടുള്ളത്. സോ അതിൻ്റെ ഒരു വീഡിയോ വരുന്നതായിരിക്കും, അത് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു, പക്ഷെ അതിൻ്റെ ഒരു അപ്ഡേഷൻ വരുന്നുണ്ട് ഗൈസ്, സോ സൂൺ. അപ്പോൾ അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു മെയിൻ ഹൈലൈറ്റ് വേറെ എന്ന് പറയുമ്പോൾ ഈ ഒരു സ്റ്റിക്കർ വർക്കാണ്. അപാരം വർക്കാണ് ഗൈസ്. ഇതിൻ്റെ ഡീറ്റെയിൽ ഒന്നും എന്നോട് ചോദിക്കരുത്. ഒരു ലേഡി ക്യാരക്ടറിൽ ആണ് ചെയ്തിട്ടുള്ള ഒരു കസ്റ്റം ഡിസൈൻ ആണ്. എൻ്റെ ലിങ്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം ഓവർ അലമ്പായിട്ടില്ല. എല്ലാ വണ്ടിയിലും ഞാൻ കോമൺ ആയിട്ട് കാണുന്നതാണ്. ഡിസൈൻ ചെയ്തിടത്തോളം മുഞ്ചിട്ടേ ഉള്ളൂ, പക്ഷെ ഇതൊരു പെർഫെക്റ്റ് ക്ലീൻ ബിൽഡ് എന്ന് വേണമെങ്കിൽ വിശ്വസിപ്പിക്കാം. ഡിസൈൻ ചെയ്ത കുറേ വണ്ടികൾ എൻ്റെ ഒരു മൈൻഡ് സെറ്റിൽ കുറേ എന്താ പറയുക, ഒരു ചൈൽഡിഷ് ബിൽഡ് എന്നുള്ള രീതിയിലാണ് എൻ്റെ ഒരു മൈൻഡ് തോട്ടിൽ. അത് പലർക്കും, ഞാൻ ആരും എന്താ പറയുക കുറ്റം പറയോ താത്തിപ്പറയോ അല്ല, ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങളാണ്. സോ അതൊന്ന് മനസ്സിലാക്കുക. അപ്പം ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. ഇന്ന വണ്ടി എന്ന് വെച്ചിട്ട് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നുമില്ല, ഞാനൊരു കോമൺ അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. സോ ഈ വണ്ടി സൈഡ് ഗ്രാഫിക്സിന്റെ കാര്യത്തിലോട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു അലമ്പും ഇല്ല, കറക്റ്റ് പക്കയാണ് വണ്ടിയിൽ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ പിന്നൊരു മെയിൻ ഹൈലൈറ്റ് പറയുമ്പോൾ വീൽ സെഗ്മെന്റ് ആണ്. പൊതുവെ BMW കമ്പനി കൊടുക്കുന്ന ആ ഒരു സൈസ് 19 ഇഞ്ചാണ്. പുള്ളി ആഫ്റ്റർ മാർക്കറ്റിൽ 19 ഇഞ്ചിൽ ലോ പ്രൊഫൈൽ ടയർ ആണ് കീപ്പ് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ളത്. അതിൽ സൈസ് അപ് സൈസ് ചെയ്യാൻ നോക്കിയിട്ടില്ല. അത് എനിക്ക് തോന്നുന്നു മേ ബി കുറച്ചുകൂടി ഡ്രോപ്പായി കിടക്കാൻ വേണ്ടിയിട്ടായിരിക്കാം പുള്ളി അങ്ങനെ ചെയ്തിട്ടുണ്ടാവുക എന്ന് തോന്നുന്നു. സോ വണ്ടിയുടെ ഓണർ ID ഇവിടെ ഉണ്ട്, ഗസ്റ്റ് ആവോ എന്ന് വെച്ചിട്ട്. സോ അതുപോലെ തന്നെ ബാക്കിലോട്ട് വരുമ്പോൾ കാര്യമായിട്ട് ഡിഫറൻസ് ഒന്നുമില്ല, കാരണം പക്കാ സ്റ്റോക്കിൽ മെയിൻറ്റെയിൻ ചെയ്തേക്കുവാണ്. പിന്നെ ബാക്ക് ബമ്പറിന്റെ ഈ ഒരു സൈഡൊക്കെ ആ ഒരു എക്സോസ്റ്റ് ടിപ്പിന്റെ അടിയിൽ കൂടെ ഒരു സ്പ്ലിറ്റർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഷോറൂമിൽ നിന്ന് കിട്ടുന്നതാണ് ഇത്. എന്താ പറയാ, ഈ ഒരു ലിപ് സ്പോയിലർ വേണമെങ്കിൽ ചെയ്യാം, വേണമെങ്കിൽ ചെയ്യണ്ട, ആഫ്റ്റർ മാർക്കറ്റ് ആയിട്ട് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. സോ ഞാൻ ഫ്രണ്ട് പറഞ്ഞ പോലെ ബാക്കിലും സെയിം സ്റ്റോക്ക് ലോഗോ ആണ് കീപ്പ് ചെയ്തിട്ടുള്ളത്. അതിലൊരു ചേഞ്ചും വരുത്തിയിട്ടില്ല. ഈസ് എ ഗുഡ് ആസ് എ ഒരു മാൻ എന്ന ഒരു തോട്ടിൽ അതൊരു ഗുഡ് ഡിസിഷൻ ആണ്, കാരണം എനിക്കിഷ്ടപ്പെട്ടു. സോ അതുപോലെ തന്നെ ബാക്കിൽ വേറൊരു ഐ തിങ്ക് ഇതൊരു മങ്കിയാണോ എന്നൊരു ഡൗട്ട് കേട്ടോ. സോ ആ ഒരു എന്താണെന്നറിയില്ല, മനുഷ്യനാണോ മൃഗമാണോ എന്താണെന്നൊരു ഐഡിയ ഇല്ല. എന്തായാലും ഒരു സീൻ അമിട്ട് സാധനമൊക്കെ തൊള്ളയിൽ വെച്ചെടുത്തിക്കണ്, എനിക്കിഷ്ടപ്പെട്ട്. അപ്പോൾ എൻ്റർലി അതാണ് ബാക്കിലൊരു സവിശേഷത പറയാനുണ്ടെങ്കിൽ. പിന്നെ ഇത് ഡുവൽ ടിപ്പ് എക്സോസ്റ്റ് ആണ് വരുന്നത്, 4 എണ്ണം വർക്കിംഗ് ആണ്. അത് 2 എൻകാനിലാണ് 4 ഔട്ട് കൊടുത്തിട്ടുള്ളത്, വേറെ ഒന്നുമല്ല. സോ 4 എണ്ണത്തിന് 4 സെപ്പറേഷൻ
ഒരു വണ്ടിക്കും ഞാൻ നിലവിൽ കണ്ടിട്ടില്ല. ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. സോ ഈ സൈഡിലും വല്ലാതെ പറയാനില്ല. അപ്പുറത്തെ സൈഡ് എന്താണോ ആ സെയിം സംഭവം തന്നെയാണ് ഈ സൈഡും പറയാനുള്ളത്. ഇനി അടുത്തത് ഇതിൻ്റെ ഒരു ട്യൂണിങ് സെഗ്മെന്റിലേക്ക് വരുമ്പോൾ ഈ വെനം പെർഫോമൻസിന്റെ സ്റ്റേജ് 1+ ആണ് ട്യൂൺ ചെയ്തിട്ടുള്ളത്. കാരണം ഇതൊരു നോർമൽ ഡ്രൈവിലും പുള്ളി യൂസ് ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ടായിരിക്കാം സ്റ്റേജ് 1+ ചെയ്തിട്ടുള്ളത്. കാരണം ECUവിലോട്ട് പുള്ളി എത്തിയിട്ടില്ല. നോർമൽ എന്താ പറയുക, ഒരു ഡയ അടിച്ചിട്ടുണ്ട് BMCയുടെ. പിന്നെ അതുപോലെ തന്നെ അങ്ങനെ കൂടിയ പെർഫോമൻസ് ഐറ്റംസ് ആണ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഇപ്പോൾ സർവീസ് ആണെങ്കിലും എല്ലാ കാര്യങ്ങളിലും കുറച്ചും കൂടി ബാക്കിയുള്ള BMനെ അപേക്ഷിച്ച് ഒരു ഇച്ചിരി കോസ്റ്റ് കൂടുതലാണ്. സ്റ്റേജ് 1+ഉം കൂടി ആയതുകൊണ്ടാണത്. കാരണം അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള സർവീസ് വേണം. സോ അതാണ്. പിന്നെ അതുപോലെ തന്നെ ബ്രേക്കിങ്ങിന്റെ കാര്യം പറയുമ്പോൾ ഇതിന്റെ ബ്രേക്കിംഗ് ബ്രംബോർഡാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതും സ്റ്റേജ് 1+ ആണ് ചെയ്തിട്ടുള്ളത്. കാരണം ഇതിന്റെ നോർമൽ ഇൻടേക്കിലേക്കാളും കുറച്ചും കൂടി കൂടിയ ഇൻടേക്ക് ആണ് ഇപ്പൊ നിലവിൽ ഈ വണ്ടി പ്രഷർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ അതിനനുസരിച്ചുള്ള ഒരു പവർ ഈ വണ്ടി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. സോ അതിനനുസരിച്ച് ബ്രേക്കിംഗ് നമുക്ക് മസ്റ്റ് ആണ്. അപ്പോൾ അതാണ് മെയിൻലി. പിന്നെ വേറെ കാര്യമായിട്ടൊന്നും പറയാനില്ല. ബാക്കി എൻ്റർലി ഫുള്ള് കമ്പനി എങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത് അത് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഈവൻ ഹെഡ്ലൈറ്റ് ആണെങ്കിലും ടെയിൽ ലൈറ്റ് ആണെങ്കിലും ഒന്നിനും ഒരു ഡിഫറൻസ് ഇല്ല. ഒക്കെ പക്ക ഷോറൂം കണ്ടീഷനിലാണ് വണ്ടി വന്നിട്ടുള്ളത്. ബാക്കി ഒക്കെ പുള്ളി ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ മാറ്റിയിട്ടുണ്ട്. സോ ഗൈസ്, അത്രയൊക്കെ പറയാനുള്ളൂ. അപ്പോൾ ഈ വണ്ടി എനിക്കങ്ങോട്ട് ഇഷ്ടപ്പെട്ടു. സോ അങ്ങനെ എടുത്ത റിവ്യൂ. ഓക്കെ. സോ ഗൈസ്, അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. ഈ ഉടനായിട്ട് തന്നെ വരുന്നുണ്ട്. കാരണം 2 വണ്ടി വെയിറ്റിംഗ് ലിസ്റ്റിൽ വന്നിട്ടുണ്ട്. സോ അതിൻ്റെ ഒരു വീഡിയോസും കൂടി വരാനുണ്ടാവും. സോ മെയിൻലി ഇത്ര തന്നെ ഉള്ളൂ ഈ വണ്ടീനെ കുറിച്ച് പറയാൻ. വേറെ കാര്യമായിട്ടൊന്നുമില്ല. അപ്പോൾ എല്ലാവരും അടുത്തൊരു വീഡിയോ ഒക്കെ ആയിട്ട് വെയിറ്റ് ചെയ്യുക. അടുത്തൊരു ബിഗ് കണ്ടന്റ് ആയിട്ട് വരുന്നതായിരിക്കും. സോ സ്റ്റിൽ ബൈ ബൈ.